ഹായ്, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ബുഷ് ഓറഞ്ച്. പക്ഷേ ഇത് വെച്ച് പിടിപ്പിച്ച ശേഷം ഇതിൻ്റെ പുളി കാരണം നമ്മളിൽ പലരും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫലപ്രദമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതിന് പകരം ഇതിൻ്റെ നീരെടുത്തിട്ട് ഓറഞ്ച് ജ്യൂസ് ആക്കാം. ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറും ലൈമിൻ്റെ പുളിയും എല്ലാം കൂടെ ഉണ്ടാകുന്നതാണ്. മധുരം ഉപയോഗിക്കാമെന്നുള്ളവർക്ക് അത് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈം ടീ ഉണ്ടാക്കുന്ന പോലെ ഓറഞ്ച് ടീ ഉണ്ടാക്കാം. ഒരു ഓറഞ്ച് ടീ വരുമ്പോഴേ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറും ലൈമിൻ്റെ ഒരു പുളിയും എല്ലാം കൂടെ വരുന്നതാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. ഞങ്ങളിവിടെ റെഗുലറായിട്ട് ഓറഞ്ച് ടീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതേ ഈ പാകമായ ഓരോ ഓറഞ്ച് ഞാൻ പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് ടീ ഉണ്ടാക്കിയാലോ, ബാ. അപ്പോൾ ഇതിനായിട്ടൊരു 250 ml വെള്ളം ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. 250 ml ഞങ്ങൾ 2 സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ തേയിലപ്പൊടി ഇടുക കേട്ടോ. ഇതിനൊരു 1/4 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ തേയിലപ്പൊടി ഇടുന്നതോടൊപ്പം പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കരുത്. തേയിലപ്പൊടി ഇടുക, ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ ഹാഫ് ബുഷ് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. ഇതിൻ്റെ പീലോടുകൂടി നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ വരും. ചെറുതായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതിൻ്റെ കളറും ഉണ്ടോ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ടീ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.